അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് UAE ജോബ് പാർട്ട് 3 ആയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇസ്മി ബനാസിയ, വെൽക്കം ബാക്ക് അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായത് ഞാൻ UAEയിലേക്ക് പോകുന്നത് പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായത് അല്ലേ. അപ്പം UAEയിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി. അതായത് ഗൾഫിൽ ഇവിടെ നിന്നിട്ട് നമ്മൾ UAEയിൽ ജോബ് നോക്കിയിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായതിന് ശേഷം ഞാൻ എൻ്റെ അങ്ങോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഒരുപാട് ആൾക്കാർ UAEയിൽ ജോബ് നോക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് UAEയിൽ ജോബ് ഇഷ്ടമുള്ള ആൾക്കാരാണ്, അതായത് ടീച്ചിങ് ജോബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇതിനുള്ള എല്ലാ മറുപടിയും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, അതായത് അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് നിങ്ങൾ ജോബ് നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വെറും +2 ക്വാളിഫിക്കേഷൻ മാത്രം മതി കേട്ടോ. അതായത് നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. അതിന് നമുക്ക് MTTC, PPTTC അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ടാണോ നിങ്ങൾ നോക്കുന്നത്, അതായത് KGയിലേക്ക് അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ടാണോ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് +2 ക്വാളിഫിക്കേഷൻ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നിർത്തിയെടുത്തത് ഞാൻ തുടങ്ങാം. ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫൈനലി ഗൾഫിലെത്തിയതിന് ശേഷം ഞാൻ അവർക്ക് ഒരു മെയിൽ അയച്ചു. ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ ഗൾഫിൽ അവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ നമ്മളെ അറിയിച്ചാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതിന് ശേഷം അവർക്ക് കോണ്ടാക്ട് ചെയ്ത് വെച്ചാൽ മെയിൽ അയച്ചതിന് ശേഷം അവർ ഒരു മറുപടിയും എനിക്ക് തന്നിട്ടില്ല ഗൈസ്. ഞാനാണെങ്കിലോ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയതാണ്, അവർ വിളിക്കും, ഇൻ്റർവ്യൂവിന് വിളിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷേ അവിടെ എത്തിയിട്ട് ഞാൻ അവർക്ക് മെയിൽ അയച്ചിട്ട് അവർ എനിക്ക് തിരിച്ചൊന്നും അയച്ചിട്ടില്ല. അതായത് എനിക്ക് കോൾ ചെയ്യുന്നില്ല, ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഞാനാണെങ്കിൽ ആകെ ബേജാറായി. എന്താ വെച്ചെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അവിടെ എത്തിയിട്ട് അവർ കോളാക്കുന്നില്ല എല്ലാം അറിഞ്ഞിട്ട് ആകെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ബേജാറായിട്ടുണ്ടായി. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ബേജാറാക്കിയിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുക. അതായത് നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ഞാൻ അവിടെ എത്തണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ലക്ഷ്യം നമ്മൾ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അതായത് നമ്മൾ ട്രൈ എഗെയിൻ എന്ന് പറയില്ലേ, അതുപോലെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെയും നമ്മൾ ട്രൈ ആക്കുക. അതായത് ഒറ്റ സ്കൂൾ മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് CV എല്ലാം തയ്യാറാക്കി കുറേ CV എടുക്കുക. അതിനുശേഷം ഓരോരോ സ്കൂളിൽ നമ്മൾ പോവുക. ഓരോ സ്കൂളിൽ പോയതിന് ശേഷം അവിടെ പോയിട്ട് ഇവർക്ക് CV കൊടുക്കുക. അതായത് CV കൊടുക്കാൻ വേണ്ടിയിട്ട് അവരകത്ത് നമ്മളെ കയറ്റൊന്നുമില്ല കേട്ടോ. ആടെ അങ്ങനത്തെ റൂളാണ്. അതായത് നമ്മുടെ അടുത്ത സ്കൂൾ പോലെ നമ്മൾ പോയതിന് ശേഷം പോകുമ്പോൾ തന്നെ അവർ ആടെ CV വാങ്ങി വെക്കുക, അല്ല ഇങ്ങനെ സംസാരിക്കുക, അങ്ങനെ ഒന്നുമില്ല. ഞാൻ പോയിട്ടില്ല, ഒരു 2 സ്കൂളിൽ മാത്രം എന്നെ ഉള്ളിൽ കയറ്റിയിട്ടുള്ളൂ. അതായത് റിസപ്ഷനിൽ കയറ്റിയിട്ട് അവരവിടുന്ന് വാങ്ങി വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്കൂളിലും പുറത്ത് സെക്യൂരിറ്റി ഉണ്ടാകും. ആ സെക്യൂരിറ്റിൻ്റെ കൈമയാണ് നമ്മൾ ഈ CV കൊടുക്കേണ്ടത്. ചില സെക്യൂരിറ്റികൾ നമ്മുടെ അടുത്ത് CV വാങ്ങുന്നേ ഇല്ല. അവർ അവിടുത്തെ മെയിൽ ID നമുക്ക് തന്നിട്ട് പറയും ഇതിലേക്ക് മെയിൽ അയക്കാൻ. അങ്ങനെയാണ് കേട്ടോ അവിടെ. അല്ലാതെ നമ്മളെടുത്ത സ്കൂൾ പോലെയല്ല. അങ്ങനെ ഞാൻ പോയ എല്ലാ സ്കൂളിലും അവരെനിക്ക് തന്നത് മെയിൽ ID മാത്രം. അതായത് അവിടെ അവർ മെയിൽ ID തന്നിട്ട് എന്നോട് പറയും ഇതിലേക്ക് CV അയച്ചോ, അയക്കും, നിങ്ങൾക്ക് ഞാൻ ഇവിടെ വേക്കൻസി ഉള്ള സമയത്ത് നിങ്ങൾക്ക് അവർ കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിൽ പോയിട്ട് ഒരുപാട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-25 സ്കൂളിലെങ്കിലും ഞാൻ പോയിട്ടുണ്ടാവും. അങ്ങനെ ആ സ്കൂളിലേക്ക് ഞാൻ അവരുടെ മെയിൽ IDയിലേക്ക് ഞാൻ CV അയക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അതായത് എല്ലാ സ്കൂളിലേക്കും ഞാൻ CV അയക്കാൻ തുടങ്ങി. അങ്ങനെ CV അയച്ചിട്ട് ഇതുവരെയായിട്ട് ഒരു സ്കൂളിൽ നിന്ന് പോലും എനിക്ക് തിരിച്ച് വേക്കൻസി ഉണ്ട് പറഞ്ഞിട്ടോ ഒരു സ്കൂളിൽ നിന്ന് പോലും എനിക്ക് തിരിച്ച് മെയിൽ വന്നിട്ടില്ല.
ചിലപ്പോൾ കോൺടാക്ട് ചെയ്തിരുന്നോ എനിക്ക് കോൾ ചെയ്തിരുന്നോ എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ആടെ ഉള്ള സമയത്ത് ഞാൻ അടുത്ത നമ്പർ വെച്ചിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ കിട്ടൂലല്ലോ, അങ്ങനെ കോൾ ചെയ്തിരുന്നോ എനിക്കറിയില്ല. പക്ഷെ മെയിൽ എനിക്ക് വന്നിട്ടുണ്ടായിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ സ്കൂളിൽ ജോലി നോക്കുന്നതിൽ വലിയ റിസ്ക് പിടിച്ച കാര്യമാണ്. കാരണം നമുക്കൊരു ഹാൻഡ് വേണം അവിടെ. ആരെങ്കിലും നമുക്കവിടെ എന്താ പറയുക, ഇതിൻ്റെ ഈ സ്കൂളായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ല നമുക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ പെട്ടെന്ന് ജോലി കിട്ടൂട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ആരുമില്ലാതെ നമ്മുടെ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ വെച്ചെങ്കിൽ ഈ നഴ്സറിയില്ലേ അതുപോലത്തെ ഇതൊക്കെ ജോലി എടുത്തു കിട്ടാം. കാരണം അവിടെ നിന്ന് എനിക്ക് കുറേ കോൾ വന്നിട്ടുണ്ടായി, നഴ്സറി, ഡേ കെയർ, അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ മോണ്ടിസോറി നിങ്ങളെ കൈമയുണ്ടെങ്കിൽ മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്താൽ മതി. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചെങ്കിൽ ഞാൻ 2 സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് പൈസ ഈ എന്താ പറയുക, ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എമൗണ്ട് ആവുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ അവിടെ പോയിട്ടില്ല. എന്താ പറയുക, എൻ്റെ പ്രതീക്ഷകളൊക്കെ പോയി. പ്രതീക്ഷയൊന്നും ഇനി എനിക്ക് പ്രതീക്ഷിക്കണ്ട എന്നുള്ള ഒരു മട്ടിൽ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ അവിടെ 1 മന്ത് വിസയാണ് എടുത്തിട്ടുണ്ടായത്. അവിടെ പോയിട്ട് ഏകദേശം ഒരു 15 ഡേയ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഞാൻ വിചാരിച്ചു എന്നെ ആരും എന്നെ വിളിക്കൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ എന്താ ആകെ മൂഡ് ഔട്ടായിട്ടുണ്ടായ സമയത്ത് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞെങ്കിൽ, നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഒരു സ്കൂളിൻ്റെ ഒരു പ്രിൻസിപ്പൾ എന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾക്ക് ഞാൻ ഒന്നുകൂടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഞാൻ UAE വന്നിട്ടുണ്ട്, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നെല്ലാം പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ ഇവിടെ എത്തിയിട്ട് ഒരു റെസ്പോണ്ടും തന്നിട്ടില്ല, അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അയാളുടെ പറഞ്ഞു. മെസ്സേജ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അയാൾ ആദ്യം റെസ്പോണ്ടൊന്നും തന്നില്ല. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം ഇതുപോലെ അയച്ച സമയത്ത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് ഒരാൾ വിളിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരാൾ വിളിച്ചു. അതായത് ആ സ്കൂളിൻ്റെ ഞാൻ പോയ സ്കൂളിൻ്റെ HR എനിക്ക് വിളിച്ച സമയത്തിൽ എനിക്ക് എന്ത് പറയണ്ട്, എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിട്ട് അത്രയ്ക്ക് ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ വലിയ വീഡിയോ ലോങ് ആയിട്ട് പോകുന്നതുകൊണ്ടില്ലേ എനിക്ക് ഫുൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 4-ൽ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും. അതായത് ഞാൻ ഇൻ്റർവ്യൂവിന് അവിടെ പോയതും അവർ ഇൻ്റർവ്യൂവിന് എന്താ എൻ്റെ അടുത്ത് ചോദിച്ചതെന്നും അതുപോലെ അതിന് ശേഷം എന്താ ആയത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും ഒന്ന് ടച്ച് പൊട്ടിച്ചേക്കാം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നില്ലേ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കണോട്ടോ. ഇതിനുള്ള മറുപടിയെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പ് എത്തുന്നതായിരിക്കും. ടാറ്റാ.